ഹലോ, അതെ സാർ ഇപ്പം എത്തിയതേ ഉള്ളൂ. കൊടുക്കാം സാർ. യെസ്, കമ്മീഷണർ അലക്സ് ഡേവിഡ്. ഞാൻ ദിവാകരനാ. യാത്രയൊക്കെ സുഖമായിരുന്നോ സാർ? വരുമ്പോ വഴിയിൽ വെച്ചെന്തോ ഉടക്കുണ്ടായെന്ന് കേട്ടു. ചെറുതായിട്ട്. പിന്നെ ഒരു സ്വകാര്യം, അതത്ര സീരിയസ് ആക്കണ്ട. അവരെങ്ങ് വിട്ടേക്ക്. അത് ശരിയാവില്ല സാർ. ഇപ്പൊ അവരെ വിട്ടു കളഞ്ഞാൽ അത് അവർക്ക് കയറി പറ്റാനുള്ള ഒരു ഏണിയാകും. ഏയ്, അവരങ്ങനെ പ്രശ്നക്കാരൊന്നുമല്ല, എനിക്കറിയാം. അവരെ വിട്ടേക്ക്. സോറി സാർ, അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ അങ്ങ് പോട്ടെ. ഒന്നോർത്താൽ ഇത് വല്ലാത്തൊരു ഫേറ്റാണ്. ഒരു പൂർവ്വജന്മ നിശ്ചയം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ എന്റെ ഫേറ്റാണെന്ന് വെക്കാം. പക്ഷെ അമീർ, ഇത് ജീവൻ പണയം വെച്ചുള്ള കളിയാണ്. എനിക്ക് ജീവിതം ഒരു ഉത്സവമല്ല, ജീവിച്ചു തീർക്കലാണ്. ഈ യുദ്ധത്തിൽ മരിച്ചാൽ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമീർ പ്ലീസ്. സോറി. എനിക്കറിയില്ല സാർ. എന്റെ ഇളയ കുട്ടിയെ ദൈവം കൊണ്ടുപോയി. അജിതയുടെ ജീവനും ഭീഷണി ഉണ്ടായപ്പോഴാ ഭ്രാന്താശുപത്രിയിലാക്കിയത്. പക്ഷേ അതിപ്പോ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഓർത്തില്ല. അവളൊരു പാവാ. 2 കൊലപാതകം ചെയ്തോളാം നിങ്ങളെ മകള്. എന്നിട്ട് മകളെ ന്യായീകരിക്കുക? ഒരിക്കലും അല്ല സാർ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാ ഞാനും എന്റെ മക്കളും. ഞങ്ങളുടെ ഒരു വിധി, എന്റെ മോൾ ആരെയും കൊന്നിട്ടില്ല. സാരെങ്കിലും ഒന്ന് വിശ്വസിക്കും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത്. ഇതെന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് മാഷ് ഈ അന്വേഷണത്തോട് സഹകരിക്കണം. വരട്ടെ. അമീർ ഖാൻ, 32 വയസ്സ്, അജിതയോടൊപ്പം ഭ്രാന്താശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ട ചെറുപ്പക്കാരൻ. പഴയൊരു വിപ്ലവകാരി. 87-ൽ ശ്രീലങ്കയിലെ IPKF-ന്റെ കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ച് നഗരമധ്യത്തിൽ പ്രൈം മിനിസ്റ്ററുടെ കോലം കത്തിച്ച കേസിൽ 6 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ. പക്ഷെ എനിക്കറിയേണ്ടത് ഇയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലെ അംഗം, പുതിയ മാളിയേക്കൽ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ഏക മകൻ. ജനസേവനമാണ് പുള്ളിയുടെ ഏർപ്പാട്. ബാപ്പയുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോയില്ലായിരുന്നു. സാമ്പത്തികമായി നല്ല സ്ഥിതിയിലുള്ള ഈ ചെറുപ്പക്കാരന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ സാർ? എ വളണ്ടറി റെസിസ്റ്റൻസ്. എന്താ പേര്? അമീർ. അയാളുടെ അല്ലടോ തന്റെ? ബാലൻ സാർ. നല്ല പേര്, ബാലൻ.
ഓക്കെ. ഈ അജിതയും അമീറും തമ്മിലുള്ള ബന്ധം? അറിഞ്ഞിടത്തോളം ഭ്രാന്താശുപത്രിയിൽ നിന്നാണ് പരസ്പരം കാണുന്നത് തന്നെ. പിന്നെ അവര് തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയില്ല സാർ. മതി മതി. ഈ പരാതിമേൽ എന്ത് മൂവ്മെന്റ്സ് ആണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? സാർ, അത് പരാതിയിൽ പരാമർശിക്കപ്പെട്ട ആളുകളൊക്കെ ഉന്നതന്മാരായിരുന്നു അല്ലേ? അതല്ല സാർ, വേണ്ടത്ര തെളിവുകളോ രേഖകളോ ഹാജരാക്കാതെയാണ് അവർ പരാതി തന്നത്. എടോ, ഒരു സൂചന കിട്ടിയാൽ അതിന്മേൽ വേണ്ടത്ര തെളിവുകളും രേഖകളും കണ്ടെത്തേണ്ടതാണ് എന്റെയും തന്റെയൊക്കെ ഡ്യൂട്ടി. അല്ലാതെ ഒരുമാതിരി പോയല്ലേ? ഇത് മിനിസ്റ്റർ ദിവാകരനാ. ഞാനിവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. താനിങ്ങോട്ട് വാ. പണ്ടൊന്നുമില്ല. ഒരു ടാറ്റ സുമോ അവിടെ വരും തന്നെ പിക്ക് ചെയ്യാനായി. എന്റെ ഒരു സുഹൃത്താ. താനിങ്ങ് പോരെ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. ഓക്കെ. ഞാൻ അജിത. ഞാൻ അമീർ ഖാൻ. പരാക്രമം കാണിച്ചതുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടോ തന്റെ പതിവ് രക്ഷകരാരും ഇതുവഴി വരാൻ പോകുന്നില്ല. എന്നെ വിടി, ഞാനൊരു പാവാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ തരാം. നിന്റെ ജീവൻ കിട്ടിയാ മതി. എന്തും തരാൻ പറ്റുമോ? എന്തും തരാം. ഉറപ്പാണോ? പടച്ചോനാണ് ഉറപ്പ്. എങ്കിൽ എന്റെ അനിതമോളുടെ ജീവൻ താ. എന്താ ഈ പറയണ്? അത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ഞാൻ പടച്ചോനൊന്നല്ലോ. ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാൻ പടച്ചോൻ തനിക്ക് അധികാരം തന്നിട്ടുണ്ടോ? ഇല്ല. ഇത് സെൻട്രൽ ജയിലിലെ തൂക്കുകയറല്ല. എന്റെ കോടതിയിൽ അന്ത്യവിധിക്ക് ശേഷം തനിക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ കൊലക്കയറാണ്. വിധിക്ക് മുൻപ് തന്റെ കുറ്റപത്രം ഞാൻ വായിക്കുന്നില്ല. കാരണം തനിക്കത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയും വിവരവും ഇല്ല. കുരുക്ക് കഴുത്തിലിടും. അമീർ, സാർ വിളിപ്പിച്ചത്? തന്റെ ഒരു കോപ്പിലെ അന്വേഷണം. മാങ്ങാത്തൊലി. തന്റെ മൂക്കിന് താഴെ വെച്ച് വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകം നടന്നിട്ട് താനും തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ആക്ഷൻ എടുത്തോ എനിക്കറിയണം. വിത്തിൻ 24 hours I expect a call from you, a message, a positive message from you. സാർ, സറണ്ടർ ആവുന്നതാണ് നല്ലത്.
Don't move. കാണാം. ബൈ. എവിടാ അവൾ? ചത്തുപോയി നിന്റെ കാമുകയുടെ മറ്റവൾ. പറയടാ, എടാ പറയാൻ. നിന്നെ പാവം, ഇവനെ വിട്ടേക്ക്. ഇവൻ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ മോൻ കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ പണി ഇനിയും കൂടും. തൽക്കാലം മോൻ പോകും. ആ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. മനസ്സിലായല്ലോ? മോ കമ്മീഷണർ അലക്സ് ഡേവിഡ് തന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ മന്ത്രി ദിവാകരൻ പഴയ ഏഴാങ്കൂല ദിവാകരനാവുമെന്നല്ലേ താൻ പറഞ്ഞു വരുന്നത്? പക്ഷെ അതിനേക്കാൾ വലിയ ഒന്നില്ലടോ, അജിത. ആ പഴയ ഏഴാങ്കൂലിയിൽ നിന്നും മന്ത്രി ദിവാകരനിലേക്കുള്ള യാത്രയിൽ എനിക്ക് തടസ്സമായി നിന്നതിനെ മുഴുവൻ ഞാൻ വെട്ടിമാറ്റിയിട്ടേ ഉള്ളൂ. ഒന്നും ബലി കഴിക്കേണ്ടി വന്നിട്ടില്ല. ഒന്നും നഷ്ടപ്പെടുത്താനും ഞാൻ തയ്യാറില്ല. എനിക്ക് അവളെ വേണം, അജിതേ. ഒപ്പം ഞാൻ പടുത്തുയർത്തിയ എന്റെ ഈ സാമ്രാജ്യവും. അവൾ അവസാനിപ്പിക്കാൻ പോകുന്നിടത്ത് നിന്ന് ഞാൻ തുടങ്ങും. താൻ കണ്ടോ സാർ? അത് വേണ്ട, താൻ ഒന്നും പറയണ്ട. ഈ അംഗം ജയിക്കാൻ ദിവാകരൻ മാത്രം മതി. అవును, ഞാൻ ദിവാകരൻ. ఏం బ్రదర్, బాగున్నారా? ఏం గొడవ చెప్పు. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. అలాగా അത് ഞാൻ നേരിട്ട് പറയാം. బ్రదర్, నువ్వేం భయపడద్దు. నేను ఇప్పుడు బయలుదేరి వస్తాను. ఓకే. സാർ, പേടിച്ചു പോയോ? നോ സാർ. തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ. എന്താ സാർ? വളച്ചുകിട്ടില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം. തന്റെ കേസ് അന്വേഷണത്തിലെ റിപ്പോർട്ടിൽ നിന്നും മന്ത്രിയെ മാറ്റി നിർത്തണം. വാട്ട് യു മീൻ സാർ? കൂൾ ഡൗൺ. ഡിപ്പാർട്ട്മെന്റിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ആളെ മാറ്റലും പുതുതായി ചേർക്കലും ഒക്കെ. നോ സാർ, അങ്ങനെ ഒരു കോംപ്രമൈസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. തനിക്ക് ചെറുപ്പത്തിന്റെ ത്രില്ല, ഐ മീൻ ക്രേസ്. ഈ പ്രായം പിന്നിട്ടവനാ ഞാനും, എനിക്കറിയാം. ഇല്ലേ സാർ, നിങ്ങൾക്കൊന്നും അറിയില്ല. നിർത്ത. നീ എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ യൂണിഫോമിന്റെ കോപ്പിലെ മഹത്വം. എനിക്കിത് കോപ്പിലെ യൂണിഫോം അല്ല, ആത്മാർത്ഥിയുടെ വിശുദ്ധ വസ്ത്രം. പിന്നെയും നിയമത്തിന് മുമ്പിൽ വലിപ്പച്ചെറുപ്പുണ്ടോ സാർ? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ തന്റെ ഇടമാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. സ്മാർട്ട്നെസ് കൊള്ളാം, ബട്ട് ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. അമിതാവേശം അപകടത്തിലെത്തിക്കും. താൻ വളരെ ചെറുപ്പമാണ്. ഇനിയുമുണ്ട് ജീവിതം ഒരുപാട്. 10 ജന്മം കൊണ്ട് നിനക്ക് നേടാൻ കഴിയാത്തത് ഞാൻ തരും ഈ നിമിഷം. 10 ജന്മല്ല,
100 ജന്മം പട്ടിയായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഒരു നിമിഷം നിങ്ങളുടെയൊക്കെ മുമ്പിൽ ആണത്തത്തോടു കൂടി ജീവിച്ചു മരിക്കാൻ എനിക്കിഷ്ടം. എടോ അലക്സേ, ഇതൊക്കെ 10 ആളുടെ മുന്നിൽ വെച്ച് കയ്യടി വാങ്ങാൻ പറയുന്ന ഭംഗിവാക്ക്. ഇത് കത്തുന്ന പുരയാ, ഊരുന്ന കഴുക്കോ ലാഭം. വെറുതെ തീകെടുത്താമെന്ന് ശരീരം പൊള്ളിക്കണോ? അത് നിങ്ങൾക്ക്, എനിക്കതല്ല. ഈ നാടിനെ തീ വെച്ച് കരിച്ച് നിങ്ങളെ പോലുള്ളവരാ. തൊട്ടാൻ എന്തിയോടാ പുല്ലേ?
Oh,